Find the extreme values of f of x equal to x cube 3x square minus 15x square minus 15y square 72x. ഇപ്പോൾ എക്സ്ട്രീം വാല്യൂസ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ആണ്. നേരത്തെ പോലെ തന്നെ എഫ് എക്സ് എഫ് വൈ എഫ് എക്സ് എക്സ് എഫ് ഐ എഫ് എക്സ് വൈ ഇത്രയും കാണാം. എഫ് എക്സ് വരുമ്പം എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ, ഇവിടെ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ 3y സ്ക്വയർ ഇൻറ്റു 1, 15 ഇൻറ്റു 2x എന്ന് പറയുമ്പോൾ 30x, ഇതിൻ്റെ 15y സ്ക്വയർ 0 വരും, 72xൻ്റെ ഡെറിവേറ്റീവ് 72. ഇനി എഫ് വൈ എന്ന് പറയുമ്പോൾ വൈയുടെ മാത്രം ഡെറിവേറ്റീവ് ആണ്, എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 0, ഇവിടെ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y ആണ്. അപ്പോൾ 6xy മൈനസ് 15x സ്ക്വയർ 0 മൈനസ് 13y പ്ലസ് 72x 0. ഇനി എഫ് എക്സ് എക്സ്, ഇവിടെ എഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാം. 6x 3y സ്ക്വയർ 0 വരും, മൈനസ് 30, 72ൻ്റെ ഡെറിവേറ്റീവ് 0. എഫ് വൈ വൈ, എഫ് വൈയുടെ ഡെറിവേറ്റീവ് കാണാം. 6xy എന്ന് വൈയുടെ ഡെറിവേറ്റീവ് 1 വരുമ്പോൾ 6x വരും, മൈനസ് 30 വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് 30. ഇനി എഫ് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എക്സിനെ വൈ കൊണ്ടോ എഫ് വൈനെ എക്സ് കൊണ്ടോ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇവിടെ എഫ് എക്സിനെ വൈ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 6y വരും, ഇത് 3x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 വരും, 3y സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 6y മൈനസ് 30x പ്ലസ് 72 കോൺസ്റ്റൻ്റ് ആണ് 0 വരും. ഇനി നമ്മൾ എഫ് എക്സ് ഈക്വൽ ടു 0യും എഫ് വൈ ഈക്വൽ ടു 0യും ഇത് രണ്ടും കൂടി ഈക്വൽ ടു 0 ഇട്ടിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ നമ്മളത് ഈക്വൽ ടു ഇട്ടിട്ട് സോൾവ് ചെയ്യാൻ പോവാണ്. ഇത് സോൾവ് ചെയ്യാനായിട്ട് നേരത്തെ ക്വസ്റ്റ്യൻ പോലെ അങ്ങനെ ഒരു വേരിയബിൾ ഒരു ഇക്വേഷനിൽ നിന്ന് എടുത്തിട്ട് അത് മറ്റേലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് നടക്കില്ല. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റിയ ഇക്വേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഇതിനൊന്നും അങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇതിൽ നിന്ന് 6y ഔട്ട് സൈഡ് എടുക്കാം, എക്സ് മൈനസ് വൈ കിട്ടും. ഇതിൽ 6 നോട്ട് ഈക്വൽ ടു 0 ആണ്, y ഈക്വൽ ടു 0 ഓർ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 വരും. അപ്പോൾ നമുക്ക് y ഈക്വൽ ടു 0 കിട്ടും, എക്സ് ഈക്വൽ ടു 5 കിട്ടും. അപ്പോൾ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾക്ക് y ഈക്വൽ ടു 0, സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് y ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു 5ഉം കിട്ടി. ഈ രണ്ട് വാല്യൂ, ഈ y ഈക്വൽ ടു 0 ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് എക്സിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ കിട്ടും, എക്സ് ഈക്വൽ ടു 5 ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് വൈയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ആ രണ്ട് വാല്യൂസാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് y ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1. ഇവിടെ വൈക്ക് 0 കൊടുക്കുക, അപ്പോൾ നമുക്ക് 3x സ്ക്വയർ മൈനസ് 30x പ്ലസ് 72 കിട്ടും. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 64 കിട്ടും. കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ, സൊല്യൂഷൻ കിട്ടും. 64 കിട്ടും. 64 എപ്പോഴാണ് കിട്ടുന്നത്? y ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ. അപ്പോൾ ഏതൊക്കെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഉള്ളത്? 60, 40. ഓക്കെ, രണ്ട് വാല്യൂസ് കിട്ടിയില്ലേ. ഇനി അടുത്തത് എന്താണ്? എക്സ് ഈക്വൽ ടു 5 എന്ന് പറയുന്നത് ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സ് ഈക്വൽ ടു 5. അപ്പോൾ ഇവിടെ എക്സ് ഉള്ളിടത്തെല്ലാം 5 കൊടുക്കുക. 5 കൊടുത്തു കഴിയുമ്പം നമുക്കിവിടെ എങ്ങനെ കിട്ടുക? 3y സ്ക്വയർ മൈനസ് 3 ഈക്വൽ ടു 0 കിട്ടി, y സ്ക്വയർ ഈക്വൽ ടു 1 വന്നു. അപ്പോൾ y എന്തോന്ന്? പ്ലസ് ഓർ മൈനസ് 1. ഈ പ്ലസ് ഓർ മൈനസ് 1 ഒക്കെ എടുക്കാൻ ഇപ്പോൾ y സ്ക്വയർ ഈക്വൽ ടു 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1, രണ്ട് റൂട്ടുണ്ട്, കറക്റ്റായിട്ട് എടുക്കുക. അപ്പം ഏത് വാല്യൂ കൊടുത്തപ്പോഴാണ് y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 കിട്ടിയത്? എക്സിന് 5 കൊടുത്തപ്പോൾ, എക്സിന് 5 കൊടുത്തപ്പോഴല്ലേ ഇവിടെ കിട്ടിയത്. അപ്പം പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? 5, 1, 5, -1. അപ്പോൾ 4 പോയിൻറ്റ്സ് ആണുള്ളത്, 60, 40, 51, 5, -1. ഇനി നമ്മളിതിൽ എഫ് എക്സ് എക്സ് എഫ് വൈ എഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് സിംപ്ലിഫൈ ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ഈ വാല്യൂസ് എല്ലാം ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രമേ നമ്മൾക്കിവിടെ മാക്സിമം ഓർ മിനിമം വാല്യൂ ഉള്ളൂ. അപ്പോൾ 60 എടുത്തു കഴിഞ്ഞപ്പം 36 കിട്ടി, അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പം മാക്സിമം മിനിമം ഉണ്ടാകുന്ന അറിയാനായിട്ട് എഫ് എക്സ് എക്സ് നോക്കുക. എഫ് എക്സ് എക്സ് എന്ന് പറയുന്നത് 6 ആണ്, അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ മിനിമം വാല്യൂ ആണ് വന്നത്. ഇതും ഗ്രേറ്റർ ദാൻ 0യും എഫ് എക്സ് എസ് ഗ്രേറ്റർ ദാൻ 0 വന്നാൽ മിനിമം വാല്യൂ വരും. അടുത്തത് 40 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 36 തന്നെ വന്നു, ഗ്രേറ്റർ ദാൻ 0 ആണ്. എഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ -6 ആണ് വരിക. ഏതാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 40 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 40 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 36 വന്നു, ഇതിൽ അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 വന്നാൽ മിനിമം ഓർ മാക്സിമം ഉണ്ട്. എഫ് എക്സ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ -6 വന്നു. അപ്പോൾ എന്താ വന്നത്? മാക്സിമം വാല്യൂ. ഇനി
ഫൈവ് വൺ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ -36 ആണ് വന്നത്. ഇത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സാഡിൽ പോയിൻ്റ് ആയിരിക്കും. നേരെ സാഡിൽ പോയിൻ്റ് ചെയ്താൽ 5 -1 കൊടുത്തു കഴിഞ്ഞപ്പോഴും -36 വന്നു, അതും സാഡിൽ പോയിൻ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഉള്ളത്? മിനിമം എന്ന് പറയണത് 60യും ാണുള്ളത്, മാക്സിമം വാല്യൂ അറ്റ് 40. ഇത് രണ്ടും f(x)(y)യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് മിനിമം വാല്യൂവും മാക്സിമം വാല്യൂവും കിട്ടും. അപ്പോൾ അത് അത്രയാണ് കേട്ടോ ഉള്ളത്.